മാനവികത, വിമർശന ബുദ്ധി, യുക്തിചിന്ത എന്നിവ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത് ഒരു പൗരൻ്റെ കടമയാണ്. കയ്യിലുള്ള പണം ഇരട്ടിപ്പിക്കാൻ ഒരു സിദ്ധനും കഴിയില്ലെന്നും തല്ലുകൊണ്ടും അതുപോലെ തന്നെ പീഡനം കൊണ്ടും ഒരു രോഗവും മാറില്ലെന്നും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇത്രയായിട്ടും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. നമസ്കാരം. കേരളത്തിൽ അന്ധവിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന നിരവധി കൊലപാതകങ്ങൾ മന്ത്രവാദത്തിനും ആഭിചാര ക്രിയകൾക്കും പിന്നാലെ നടന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള യുക്തിവാദി സംഘം ഭാരവാഹി ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർണ്ണക്കുട പിടിച്ചിട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലെ 51 ഏജ് പ്രകാരം എല്ലാ പൗരന്മാർക്കും ശാസ്ത്രബോധവും യുക്തിചിന്തയും പ്രചരിപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുമുള്ള അവകാശമുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ തിന്മയായി വളരുകയാണ്. ആ സാമൂഹ്യ തിന്മയായി വളരുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ആ ചൂഷണത്തെ എതിർക്കുന്നതോടൊപ്പം തന്നെ ആ ചൂഷണത്തിൽ നിന്ന് വിമുക്തമാക്കാൻ നിയമം വേണം. ആ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്നാണ് പറയുക. ആ നിയമം 2015 മഹാരാഷ്ട്രയിലും 2017 കർണാടകയിലും അതുപോലെ രാജസ്ഥാനിലും ആസാമിലും മറ്റ് 2-3 സംസ്ഥാനങ്ങളിലും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. കേരള യുക്തിവാദി സംഘം 15ഓളം പരിപാടികളും 2 സംസ്ഥാന തലത്തിലുള്ള ജാഥകളും ഇതിനായി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാനവികത, വിമർശന ബുദ്ധി, യുക്തിചിന്ത എന്നിവ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത് ഒരു പൗരൻ്റെ കടമയാണ്. കയ്യിലുള്ള പണം ഇരട്ടിപ്പിക്കാൻ ഒരു സിദ്ധനും കഴിയില്ലെന്നും തല്ലുകൊണ്ടും അതുപോലെ തന്നെ പീഡനം കൊണ്ടും ഒരു രോഗവും മാറില്ലെന്നും നമ്മുടെ വലംപിരി ശംഖിവെച്ച് കഴിഞ്ഞാൽ സർവ ഐശ്വര്യങ്ങളും പടികടന്നെത്തുകയില്ല എന്നുള്ള മനോഭാവം ജനങ്ങളിലെത്താൻ ശാസ്ത്രബോധവും യുക്തിചിന്തയും പ്രചരിപ്പിക്കണം. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇത്രയായിട്ടും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. ആ സ്റ്റോറേജിൽ നിന്നെടുത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണം. കാരണം ബഹുജനങ്ങളെ ആശയപരമായിട്ട് ഞങ്ങളൊക്കെ പലതവണ ഈ രീതിയിലുള്ള നിയമത്തിന് വേണ്ടിയിട്ട് മാർച്ചുകളും ലഘുലേഖ വിതരണവും അതുപോലെ തന്നെ ഒരു 8 തവണ കലക്ട്രേറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. 9 തവണ ഈ 2008 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ ഒരു നൂറ്റാണ്ടിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്ധവിശ്വാസികൾ വർദ്ധിക്കാനുള്ള അന്ധവിശ്വാസം വർദ്ധിക്കാനുള്ള കാരണം ഉപഭോഗ സംസ്കാര ആകുലകളും ദൈനംദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങളും ജീവിത കമ്പോളത്തിലെ പരാജയങ്ങളും ആധുനിക സാമ്രാജ്യത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും കൈകടത്തൽ കൊണ്ട് മനുഷ്യനെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ആളുകളായി മാറ്റുന്നുകൊണ്ട് എങ്ങനെയും എളുപ്പത്തിൽ എങ്ങനെ പണമുണ്ടാക്കാമെന്നുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ വർദ്ധിക്കാൻ കാരണം. അതുകൊണ്ട് നീതി നിറഞ്ഞ ലോകവും സത്യവും ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇതേപോലുള്ള നിയമങ്ങൾ ഇനിയും അടിച്ചുകൂടാ. എത്രയും വേഗം ഇടതുപക്ഷ ഗവൺമെൻറ് അത് നടപ്പിലാക്കണം. ആരെ പേടിച്ചാണെങ്കിലും. ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന മന്ത്രവാദ കൊലകളുടെ 20ലധികം മന്ത്രവാദ കൊലകൾ ഇപ്പോൾ ഏകദേശം 20 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ ആളുകളെ രോഗിയാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രവാദവും കൂടോത്രമൊക്കെ തന്നെ സമൂഹത്തിൽ നിന്ന്
നിലപാട് മന്ത്രവാദം കൊണ്ടും അതുപോലെ തന്നെ കൂടോത്രം കൊണ്ടും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിയമങ്ങളും അതോടൊപ്പം ബോധവൽക്കരണ പരിപാടിയും ആവശ്യമാണെന്നാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഇത്രയും കൊലപാതകങ്ങളൊക്കെ നടന്നു, എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഒരു നിയമം ആയിട്ടും വോട്ട് കുറയുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് സർക്കാർ നടപ്പിലാക്കാതെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉമേഷ് തോമസ് എല്ലാവരും രോഹിത് എല്ലാവരും ഇവിടെയുണ്ട്. സമരം വളരെ മനോഹരമാക്കി